ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ് നാച്ചുറൽ വെജിറ്റേഷൻ. നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടേം നാച്ചുറൽ വെജിറ്റേഷൻ ഡിസ്ക്രൈബ്സ് എ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ദാറ്റ് ഹാസ് ബീൻ പ്രിസർവ്ഡ് ഫോർ എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ടൈം ഇൻ ഓർഡർ ടു ഗീവ് ഈച്ച് സ്പീഷീസ് ദ ഓപ്പർച്യൂണിറ്റി ടു പ്രോപ്പർലി അഡാപ്റ്റ് ടു ദ സോയിൽ ആൻഡ് എൻവയോൺമെൻറ്റ്. അതായത് ഒരു കൂട്ടം ചെടികളെ അവിടെ വളരാനായിട്ട് അനുവദിക്കുക, കുറേ നാളത്തേക്ക്, ഒരു എമൗണ്ട് ഓഫ് ടൈം, ഒരു കുറച്ച് കാലങ്ങളിലേക്ക്, വർഷങ്ങളിലേക്ക് അവിടെ വളരാനായിട്ട് അനുവദിച്ച് കഴിയുമ്പോൾ ആ സോയിലുമായിട്ടും ആ എൻവയോൺമെൻറ്റുമായിട്ടും ആ സ്പീഷീസ് അഡാപ്റ്റഡ് ആവും. ആ സോയിലിൻ്റെയും ആ പ്രകൃതിയായിട്ട് ആ സ്പീഷീസ് അഡാപ്റ്റ് ആവും. അതിനെയാണ് നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ വെജിറ്റേഷൻ ഓരോ പ്ലേസ് അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ ക്ലൈമറ്റ് ഓരോ പ്രദേശത്തും വളരെ വ്യത്യസ്തമാണ്. ആ സോയിലിൻ്റെ ഘടനയും ടെമ്പറേച്ചറും ഒക്കെ വേരി ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് വെജിറ്റേഷനും വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രോപ്പിക്കൽ എവർഗ്രീൻ ആൻഡ് സെമി എവർഗ്രീൻ ഫോറസ്റ്റസ് ആണ്. അതിൻ്റെ പ്രത്യേകത, അത് കൂടുതലായിട്ടും കാണുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിലും ഈ നോർത്ത് ഈസ്റ്റേൺ ഹിൽസിലും വെസ്റ്റേൺ ഘട്ടിൻ്റെ വെസ്റ്റേൺ സ്ലോപ്പിലുമായിട്ടാണ് കാണുന്നത്. ഈ 3 പ്രദേശങ്ങളിലാണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ആൻഡ് സെമി എവർഗ്രീൻ ഫോറസ്റ്റ് കാണുന്നത്. ഇത് കാണപ്പെടുന്ന ടെമ്പറേച്ചർ 22 ഡിഗ്രി സെൽഷ്യസും അതുപോലെ തന്നെ മോർ ദാൻ 200 സെൻറ്റിമീറ്റർ ഓഫ് പ്രസിപ്പിറ്റേഷൻ, അതായത് 22 ഡിഗ്രി സെൽഷ്യസ് ചൂടിലും 200 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുതൽ മഴയുള്ള പ്രദേശങ്ങളിലുമാണ് ഈ ടൈപ്പ് ഫോറസ്റ്റ് കാണുന്നത്. ഇവിടെ കൂടുതലായിട്ടും കാണുന്ന മരങ്ങൾ മഹാഗണി, എബനി, റോസ്വുഡ്, ഐനി, ഈ ടൈപ്പ് മരങ്ങളാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗ്രൗണ്ട് ലെവലിൽ ഷ്രബ്സും ക്രീപ്പേഴ്സും, അതായത് കുറ്റിച്ചെടികളും അങ്ങനെ പടർന്ന് വരുന്ന ചെടികളും ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ടോൾ ട്രീസും ഉണ്ടാവും. ഇതുപോലെ നമ്മൾ മഹാഗണി അങ്ങനെയൊക്കെ പറഞ്ഞ പോലത്തെ ഉയരമുള്ള മരങ്ങളും ഉണ്ടാവും. ഈ സിസ്റ്റത്തിൽ മരങ്ങൾ 60 മീറ്റർ അതിൻ്റെ മുകളിലേക്കുള്ള ഹൈറ്റിൽ വളരുന്നുണ്ട്. ഗ്രൗണ്ട് ലെവലിൽ കുറ്റിച്ചെടികളും ഇങ്ങനെ പടർന്ന് കയറുന്ന തരത്തിലുള്ള ചെടികളുമായിരിക്കും. ലോങ് ട്രീസ് ഒരു 60 മീറ്ററിന് മുകളിൽ ഹൈറ്റുള്ള ട്രീസും വരുന്നുണ്ട്. ട്രീസ് ഡു നോട്ട് നെസസറിലി ഷെഡ് ദെയർ ലീവ്സ്, ബ്ലൂം ഓർ ബിയർ ഫ്രൂട്ട്സ് അറ്റ് ദ സെയിം ടൈം. അതായത് ഒരേ കാലാവസ്ഥയിൽ അല്ലെങ്കിൽ ഒരേ സമയത്ത് പൂക്കുകയും ഫലഭൂഷ്ടമായ അങ്ങനത്തെ ചെടികളല്ല ഉള്ളത്. പല പല ടൈമിൽ പൂവുണ്ടായി ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന ചെടികളാണുള്ളത്. അതുകൊണ്ട് എല്ലാ സമയത്തും ഇത് ഗ്രീൻ കളറിൽ തന്നെ ഉണ്ടാവും. കാരണം ഒരു ട്രീസ് പൂവുണ്ടാകുന്ന സമയത്തല്ല മറ്റേ ട്രീസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കളറുകളും ഒരേ സമയത്ത് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഒരേ ഗ്രീനിഷ് കളറിൽ തന്നെയായിരിക്കും ഫുൾ ടൈം ഉണ്ടാവുന്നത്. ഇവിടെ വെള്ളം അധികം ലെസ് വെറ്റായിട്ടുള്ള ഏരിയ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സെമി എവർഗ്രീൻ ഫോറസ്റ്റസ് കൂടി ഇവിടെ വരുന്നുണ്ട്. എവർഗ്രീൻ ഫോറസ്റ്റ് ട്രീസും മോസ്റ്റ് ഡെസിഡിയസ് ട്രീസും ഒരേ ടൈമിലാണ് ഈ ഫോറസ്റ്റുകളിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു എവർഗ്രീൻ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. കെയിൽ, ഹൊലോക്ക്, വൈറ്റ് സെഡർ, ഈ ടൈപ്പ് ഓഫ് ട്രീസും ഇവിടെ വളരുന്നുണ്ട്. 3 മെയിൻ സ്പീഷീസാണ് ഇതൊക്കെ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധിനിവേശ സമയത്ത് അവർ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കണ്ടിട്ടുണ്ട്. കാരണം ഈ മരങ്ങളൊക്കെ എത്രത്തോളം എക്കണോമിക്കലി വാല്യുബിൾ ആയിട്ടുള്ള മരങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവരുടെ ഈ ഫോറസ്റ്റുകളുടെ സ്ട്രക്ചർ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. റെയിൽവേ ലൈൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈൻ ട്രീസ്, ഓക്ക് വുഡ്ലാൻഡ്സ്, അതായത് പല പല ട്രീസ് ചേഞ്ച് ചെയ്തിട്ടും പ്ലാന്റേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടും ഈ ടിമ്പേഴ്സ് മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് അവരുടെ ബിൽഡിംഗ് പ്രൊജക്ട്സിനൊക്കെ വേണ്ടിയിട്ട് അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്.
നെക്സ്റ്റ് വരുന്നതാണ് ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റ്. ഈ ഇന്ത്യയിൽ മോസ്റ്റ് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള കൂടുതൽ ഏരിയയിലുമുള്ളത് ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റ് ആണ്. ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റിന് പറയുന്ന വേറൊരു പേരാണ് മൺസൂൺ ഫോറസ്റ്റ്. ഇത് 70 തൊട്ട് 200 സെൻറ്റിമീറ്റർ വരെ റെയിൻഫോൾ കിട്ടുന്ന ഏരിയകളിലാണ് ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റ് വരുന്നത്. അവൈലബിലിറ്റി ഓഫ് വാട്ടർ അനുസരിച്ച് 2 ടൈപ്പ് ഓഫ് ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റ് ഉണ്ട്. ഒന്ന് മോയിസ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റും സെക്കൻഡ് ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റും. അതിൽ ഫസ്റ്റ് മോയിസ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റ് നോക്കാം. അതിൽ മോയിസ്റ്റ് എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ അറിയാം റെയിൻഫോൾ കൂടുതലുള്ള ഏരിയയിലായിരിക്കും. അപ്പോൾ 100 to 200 സെൻറ്റിമീറ്റർ റെയിൻഫോൾ വരുന്ന സ്ഥലങ്ങളിലാണ് മോയിസ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റ് വരുന്നത്. ഇത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ വരുന്നുണ്ട്. അതായത് ഹിമാലയത്തിൻ്റെ താഴ്വരയായിട്ട് വരുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ വരുന്നുണ്ട്. വെസ്റ്റേൺ ഘട്ടിൻ്റെ ഈസ്റ്റേൺ സ്ലോപ്സിൽ വരുന്നുണ്ട്. ഒഡീഷയിൽ വരുന്നുണ്ട്. തേക്ക്, സാൽ, ഷിഷാം, ഹറ, മഹ്വ, അംല, സെമുൾ, കുസും, പിന്നെ സാൻഡൽവുഡ്, ഇതൊക്കെയാണ് ഈ ഏരിയയിലുള്ള സ്പീഷീസുകൾ. നെക്സ്റ്റ് ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡ്രൈ എന്നുള്ള പേരിൽ നിന്ന് തന്നെ അറിയാം മോയിസ്റ്റിൻ്റെ റേഞ്ച് 70 to 100 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഇതിൽ ഒരു 100 സെൻറ്റിമീറ്ററിൻ്റെ അടുത്തേക്കൊക്കെ എത്തുന്ന സമയത്ത് അത് മോയിസ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റിലേക്ക് എത്തുന്ന രീതിയുണ്ട്. അതുപോലെ തന്നെ 70 എന്നൊക്കെ പറയുമ്പോൾ താഴെ തോൺ ഫോറസ്റ്റിൻ്റെ അതിൻ്റെ ഒരു ഇടയിലാണ് ഈ ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ വരുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് പെനിൻസുലയിലെ റെയിനിയർ റീജൻസിലൊക്കെ വരുന്നത് ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഉത്തർപ്രദേശ്, ബീഹാർ ഏരിയസിലും ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റ് ആണ് വരുന്നത്. അമൽട്ടാസ്, ടെൻഡു, പലാസ് അങ്ങനത്തെയുള്ള ട്രീസൊക്കെ വരുന്നത് ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റിലാണ്. പെനിൻസുലാർ പ്ലാറ്റ്യൂവിൻ്റെ ഹൈ റെയിൻഫോൾ ഉള്ള റീജൻസിലും നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലൊക്കെയാണ് ഈ ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് വരുന്നത്. അവിടെ അതിൻ്റെ കൂടെ തന്നെ അതായത് തേക്കും അങ്ങനത്തെ മരങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ ഗ്രാസ് ലാൻഡ്സും ഉണ്ടാവും. അപ്പോൾ ഡ്രൈ സീസൺ തുടങ്ങുമ്പോഴത്തേക്കും ഈ ബാക്കിയുള്ള മരങ്ങൾ ഇങ്ങനെയുള്ള ഹൈറ്റുള്ള മരങ്ങളൊക്കെ ഇലയൊക്കെ പൊഴിക്കും. അപ്പോൾ അത് കംപ്ലീറ്റ് ഒരു ഗ്രാസ് ലാൻഡ് മാത്രമായിട്ട് മാറും. ബാക്കിയുള്ള മരങ്ങളൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഷെഡഡ് ട്രീസ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് നോക്കുന്നത് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റേഴ്സ് ആണ്. നമ്മൾ നേരത്തെ ഈ ടേം പറഞ്ഞിരുന്നു തോൺ ഫോറസ്റ്റ് എന്നുള്ളത്. ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റിൽ 70യുടെ ആ ഒരു റേഞ്ചിലേക്കൊക്കെ എത്തുമ്പോൾ തോൺ ഫോറസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് മാറുന്നുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുറച്ച് റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങളിലാണ് തോൺ ഫോറസ്റ്റേഴ്സ് വരുന്നത്. മുൾക്കാടുകൾ, അതായത് റെയിൻഫോൾ ലെസ് ദാൻ 50 സെൻറ്റിമീറ്റർ വരുന്ന സ്ഥലങ്ങളിലാണ് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റേഴ്സ് വരുന്നത്. ഗ്രാസസ്, ഷ്രബ്സ് അതിൻ്റെയൊക്കെ വെറൈറ്റിയാണ് വരുന്നത്. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് ഇവിടെയൊക്കെയാണ് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റുകൾ കാണപ്പെടുന്നത്. ഈ പ്രദേശങ്ങളിൽ ഇത്തരം ചെടികളിൽ കൂടുതൽ സമയവും ലീഫ്ലെസ് ആയിട്ടാണ് കാണുന്നത്. കൂടുതലും മുള്ളുകളായിരിക്കും ഉണ്ടാവുന്നത്. ബബുൾ, ബേർ, വൈൽഡ് ഡേറ്റ് പാം, ഖെയർ, നീം, ഖജുറി, പാലാസ് എന്നീ ടൈപ്പ് ഓഫ് സ്പീഷീസാണ് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റിൽ കാണപ്പെടുന്നത്. അടുത്തതായിട്ട് 4th വരുന്നത് മൗണ്ടെയിൻ ഫോറസ്റ്റേഴ്സ്. മൗണ്ടെയിൻ മീൻസ് മൗണ്ടനേഴ്സ് ആയിട്ടുള്ള റീജൻസാണ്. അവിടെ ടെമ്പറേച്ചർ ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നാച്ചുറൽ വെജിറ്റേഷനിൽ ചേഞ്ച് വരുന്നുണ്ട്. അവിടെ 2 ടൈപ്പ് ഓഫ് മൗണ്ടൈനസ് ഫോറസ്റ്റാണ് വരുന്നത്. ഒന്ന് നോർത്തേൺ മൗണ്ടൈനസ് ഫോറസ്റ്റും ഒന്ന് സതേൺ മൗണ്ടെയിൻ ഫോറസ്റ്റും. ഫസ്റ്റ് അപ്പോൾ നോർത്തേൺ മൗണ്ടൈനസ് ഫോറസ്റ്റ് നോക്കാം. അതാണ് ഈസ്റ്റേൺ ഹിമാലയാസ്. അവിടുത്തെ ഹിമാലയൻ റേഞ്ചസിൽ വരുന്നത് ഒന്ന് ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, തുണ്ട്ര ഫോറസ്റ്റസ് ആണ്. ഡെസിഡസ് ഫോറസ്റ്റസ് ഹിമാലയത്തിൻ്റെ അടിഭാഗത്തായിട്ടാണ് വരുന്നത്. ഏറ്റവും അതിൻ്റെ താഴ്വരയിലൊക്കെ വരുന്നത് ഡെസിഡസ് ഫോറസ്റ്റാണ്. അവിടെ അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് വരുന്നത് 1000 to 2000 മീറ്ററാണ്. ഹയർ ഹിൽസ് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയുടെ ഹയർ ഹിൽസിലും വെസ്റ്റ് ബംഗാളിൻ്റെ ഹില്ലി ഏരിയാസ്, ഉത്തരാഞ്ചലിൻ്റെ ഹില്ലി ഏരിയാസ്, അതുപോലെ തന്നെ എവർഗ്രീൻ ബ്രോഡ് ലീഫ് ട്രീസ് ആയിട്ടുള്ള ഓക്ക്, ചെസ്റ്റ്നട്ടൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നത്. 1500-നും 1750 മീറ്ററിനും ഇടയ്ക്ക് പൈൻ ഫോറസ്റ്റേഴ്സാണ് കാണുന്നത്.
അതിൽ കോമൺ ആയിട്ട് വരുന്നതും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ ട്രീ ആണ് ചെർപ്പൈൻ. ദിയോദർ അല്ലെങ്കിൽ ദേവദാരു എന്ന് പറഞ്ഞാൽ ഹൈലി വാല്യൂഡ് ആയിട്ടുള്ള ട്രീ ഈ ഭാഗത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ ഹിമാലയൻ റേഞ്ചാണ് വളരുന്നത്. ദേവദാരു ചെടികളുടെ മരം കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് വളരെയധികം ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു വുഡാണ്. അതായത് ഒരുപാട് കാലം മോയ്സ്ചറൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് കാലം നിൽക്കുന്ന ഒരു മരമാണ്. അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിനാർ, വാൽനട്ടൊക്കെ ഈ ഭാഗത്ത് ഫേമസ് ആയിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ് ഉണ്ടാക്കാൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ട്രീസാണ്. ട്രീസാണ്. ബ്ലൂ പൈനും സ്പ്രൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ് ഓഫ് ട്രീസൊക്കെയാണ് 2225 to 3048 മീറ്ററിനിടയിൽ കാണുന്നത്. അവിടെ ടെമ്പറേറ്റ് ആയിട്ടുള്ള ഗ്രാസ് ലാൻഡ്സ് കൂടി കാണപ്പെടുന്നുണ്ട്. പിന്നെ ഹയർ റീജിയണിലേക്ക് പിന്നെയും എത്തുന്ന സമയത്ത് ആൽഫൈൻ ഫോറസ്റ്റസും പേസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പുൽത്തകിടികളൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. അവർ ഈ പേസ്റ്റേഴ്സൊക്കെ കൂടുതലായിട്ടും ഗുജ്ജാർ, ബക്കർവാൾസ്, ഭാട്ടിയാസ്, ഗഡ്ഡി ഈ പ്രദേശത്തുള്ള ആൾക്കാരാണ് ആ ഭാഗത്തൊക്കെ കൂടുതലായിട്ട് താമസിക്കുന്നത്. സിൽവർ ഫിർ, ജൂനിപ്പർ, പൈൻ, ബെർച്ച് അങ്ങനത്തെ ട്രീസൊക്കെയാണ് 3000 to 4000 മീറ്റർ ഹൈറ്റിൽ കാണപ്പെടുന്നത്. ഹിമാലയത്തിൻ്റെ സദേൺ സ്ലോപ്സിൽ തിക്കറായിട്ടുള്ള വെജിറ്റേഷൻ കവറാണ് ഉണ്ടാകുന്നത്. കാരണം അവിടെ കൂടുതൽ മഴ കിട്ടുന്നത് ഏരിയയാണ്. നോർത്ത് ഫേസിങ് സ്ലോപ്പിൽ പക്ഷെ മഴ കുറവായതുകൊണ്ട് അതിനേക്കാൾ അപേക്ഷിച്ച് സദേൺ സ്ലോപ്സിൽ നല്ല കട്ടിയുള്ള അല്ലെങ്കിൽ മഴ നല്ലോണം ഉള്ളതുകൊണ്ട് അവിടെ നല്ല രീതിയിൽ ചെടികൾ വളരുന്നുണ്ട്. ഹയർ ആൾട്ടിറ്റ്യൂഡിൽ മോസസും ലിച്ചൻസും ഉണ്ടാവുന്നുണ്ട്. നോർത്തേൺ മൗണ്ടൻ ഫോറസ്റ്റസ് ഒക്കെ അവസാനിച്ചു. ഇനി നമുക്ക് സദേൺ മൗണ്ടൻ ഫോറസ്റ്റസിലേക്ക് നോക്കാം. അവിടെ അതായത് സൗത്ത് ഇന്ത്യയിൽ വരുന്ന മൗണ്ടെയ്ൻസ് വരുന്നത് വെസ്റ്റേൺ ഗട്ട്സിലാണ്. പിന്നെ വിന്ധ്യ റേഞ്ച്, നീലഗിരി ഭാഗങ്ങളിലാണ്. ട്രോപ്പിക്കിന് വളരെ ക്ലോസറായിട്ട് വരുന്നത് കൊണ്ട് തന്നെ സീ ലെവലിൽ നിന്നും 1500 മീറ്റർ മാത്രം അകലെയാണ് ഇതിൻ്റെ മൗണ്ടെയ്ൻസ് വരുന്നത്. അത് വെജിറ്റേഷൻ വരുന്നത് ടെമ്പറേറ്റ് ആണ് ഹയർ റീജിയൻസിൽ വരുന്നത്. അതുപോലെ തന്നെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെയും ലോവർ റീജിയൻസിൽ സബ് ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളാണ് വരുന്നത്. കേരള, തമിഴ്നാട്, കർണാടക റീജിയൻസിൽ. പിന്നെ ടെമ്പറേറ്റ് ഫോറസ്റ്റിന് നീലഗിരീസിൽ ഷോല എന്നും ആനമലൈ, പഴനി ഹിൽസൊക്കെ ടെമ്പറേറ്റ് ഫോറസ്റ്റുകളാണ്. ഈ ഭാഗത്ത് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ട്രീസ് മംഗോളിയ, ലോറൽ, സിൻചോണ, വാറ്റിൽ ഇങ്ങനത്തെ ട്രീസൊക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ ഫോറസ്റ്റസ് സത്പുര, മൈക്കൽ റേഞ്ചസിലും നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ലിറ്ററൽ ആൻഡ് സ്വാംപ് ഫോറസ്റ്റൻസ് എന്ന് പറഞ്ഞ ടൈപ്പാണ്. അതായത് വെറ്റ്ലാൻഡ്സ്, ചതുപ്പ് നിലങ്ങൾ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ 70% ചതുപ്പ് നിലങ്ങളും പാഡി കൾട്ടിവേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ കൺട്രിയിലെ വെറ്റ്ലാൻഡ്സിനെ 8 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ്, റിസർവോയർസ് ഓഫ് ഡെക്കാൻ പ്ലാറ്റു, ലഗൂൺസ് ആൻഡ് അതർ വെറ്റ്ലാൻഡ്സ് ഓഫ് സദേൺ വെസ്റ്റ് കോസ്റ്റ്. സെക്കൻഡ് വെറ്റ്ലാൻഡ് വരുന്നത് രാജസ്ഥാൻ, ഗുജറാത്ത്, ഗൾഫ് ഓഫ് കച്ച് ഈ മേഖലകളിൽ വരുന്ന ഉപ്പ് നിലങ്ങളാണ്. പിന്നെ തേർഡ് വരുന്നത് ഫ്രഷ് വാട്ടർ ലേക്സ് ആൻഡ് റിസർവോയേഴ്സ് ഫ്രം ഗുജറാത്ത് ഈസ്റ്റ് വാർഡ്സ് ത്രൂ രാജസ്ഥാൻ ആൻഡ് മധ്യപ്രദേശ്. നാലാമത്തത് ഇന്ത്യയുടെ ഈസ്റ്റ് കോസ്റ്റിൽ വരുന്ന, അതായത് ചിലിക്ക ലേക്കിൻ്റെ ഭാഗത്ത് വരുന്ന ഡെൽറ്റ വെറ്റ്ലാൻഡുകളും ലഗൂണുകളുമാണ്. പിന്നെ ഗാൻജറ്റിക് പ്ലെയിനിൽ വരുന്ന ഫ്രഷ് വാട്ടർ മാർഷസ്, ബ്രഹ്മപുത്രയിൽ വരുന്ന ഫ്ലഡ് പ്ലെയിൻ. പിന്നെ ഹിമാലയൻ ഫുട് ഹിൽസിൽ വരുന്നത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ വരുന്ന മാർഷസ്, സ്വാംസ് ഇതൊക്കെയാണ് 6th ടൈപ്പ്. കാശ്മീരിലെയും ലഡാക്കുകളിലെയും ലേക്സ് ആൻഡ് റിവേഴ്സ്. 8th ടൈപ്പ് വരുന്നത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലുള്ള മാംഗ്രൂവ് ഫോറസ്റ്റസും വെറ്റ്ലാൻഡ്സും ആണ്. മാംഗ്രൂവ് കൂടുതലായിട്ടും വളരുന്നത് സോൾട്ട് മാർഷസിലും പിന്നെ മഡ് ഫ്ലാറ്റ്സ്, എസ്റ്ററീസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. ഇത് കൂടുതലായിട്ടും കാണുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലും വെസ്റ്റ് ബംഗാളിലെ സുന്ദർബനിലുമാണ്. പിന്നെ മഹാനദി, ഗോദാവരി ആൻഡ് കൃഷ്ണ ഡെൽറ്റയിലും ഇങ്ങനെയുള്ള മാംഗ്രൂവ്സ് കാണാറുണ്ട്. ഇത്രയും പോർഷൻസാണ് നാച്ചുറൽ വെജിറ്റേഷൻ പാർട്ട് 1 ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് പാർട്ട് 2 ഡിസ്കസ് ചെയ്യാം.